ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ അവന്റെ കൂടെ അള്ളയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മളെല്ലാ കാര്യത്തിലും തവക്കൽതു അലല്ലാഹ് പറയാ. അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരാള് ഈ 20 കൊല്ലമായിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ജയിലിൽ കിടന്നു. നമ്മൾ കണ്ടതാ, 20 കൊല്ലമായിട്ട് ജയിലിൽ കിടന്നു. അങ്ങനെ അവസാനം അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും കൂടി പിരിച്ച് 34-37 കോടി മതി എന്ന് പറഞ്ഞിട്ട് 40 ചില്ലറ കോടി രൂപ നമ്മൾ പിരിച്ചെടുത്തിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 20 കൊല്ലം അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജയിലല്ലല്ലോ, അവിടുത്തെ ജയിലിന്റെ അകത്ത് നിന്ന് 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 മനസ്സ് മരവിച്ചിട്ടുണ്ടാവൂലേ? അപ്പോഴും അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈമാൻ എന്ന് പറയണേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ത് ചെയ്യാ? നമ്മളെപ്പോഴും തവക്കൽതു അലല്ലാഹ് പറയാ. മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ആര് വന്നാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ശശികല അവര് ടീച്ചറാന്നാ പറയാ. ടീച്ചറാ നമ്മൾ പറയില്ല, കാരണം എന്താ? നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരൊന്നും ഇങ്ങനെ വിഷം ചീറ്റാറില്ല. അപ്പോ ഒരു ശശികല എന്ന് പറയുന്ന ഒരു പെണ്ണ് മുസ്ലിമീങ്ങൾക്കെതിരെ ഭയങ്കര രീതിയിൽ ആനടിച്ചിട്ടുണ്ട്, വിഷം ചീറ്റിയിട്ട് ആനടിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ശശികല അല്ല, ഇനി മോഡി വന്നാൽ ആര് വന്നാലും നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാൻ മുറുകെ പിടിക്കുക. അല്ലാഹു എല്ലാവരെയും കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നബി തങ്ങളുടെ കാവൽക്കാരനാ. അബൂ ഹുറൈറ തങ്ങൾ എന്ന് പറയുന്നത് നബി തങ്ങളുടെ കാവൽക്കാരനാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ സ്വത്തുക്കളുണ്ടല്ലോ, പടച്ചവനെ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തുക്കളുണ്ടല്ലോ, ഇതിനെന്റെ പ്രിയമുള്ളവരെ കാവൽ നിൽക്കുന്നതാരാ? അബൂ ഹുറൈറ തങ്ങളാ, അബൂ ഹുറൈറ തങ്ങളാ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ പടച്ചവനെ സമ്പത്തിന്റെ മുമ്പില്, പടച്ചവനെ സ്വത്തുക്കളുടെ മുമ്പില് അബൂ ഹുറൈറ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഇങ്ങനെ സെക്യൂരിറ്റിയായി നിൽക്കുമ്പോ, കാവൽക്കാരനായി നിൽക്കുമ്പോ ഒരാളിങ്ങനെ കടന്നു വരികയാ. ഒരാള് കടന്നു വന്നിട്ട് അതിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ സമ്പത്തുണ്ടല്ലോ മോഷ്ടിക്കുകയാ. തങ്ങളുടെ കയ്യിൽ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കള് അബൂ ഹുറൈറ തങ്ങളെ ഏൽപ്പിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ നീ ഇതിന് കാവൽ നിൽക്കണം, നീ ഇതിന് കാവൽ നിൽക്കണം. അബൂ ഹുറൈറ തങ്ങൾ എന്ത് ചെയ്തു? കാവൽ നിന്നു. രാത്രിയായപ്പോ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാള് ഈ സ്വത്തിൽ നിന്ന് കട്ടെടുക്കാൻ വേണ്ടി ചില ആളുകള് ഇങ്ങനെ കടന്നു വന്നു. അല്ലെ, ഹലാലാണെങ്കിലും അതിൽ നിന്ന് കട്ടെടുക്കാൻ വേണ്ടി നടക്കണം. കുറെ ഇപ്പൊ പള്ളിയിൽ മോശം നടക്കണില്ല അല്ലെ, മക്കാമിൽ കയറി ഒരു ഉടുപ്പില്ലാതെ പൈസ എടുത്തുമ്പോൾ എത്ര പേര് അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഒരു പള്ളിയില് ഒരു വർഷത്തിൽ 3.5 കോടി രൂപ ഉസ്താദേ പള്ളിയുടെ വരുമാനം എന്ന് പറയണേ. നമ്മുടെ പള്ളിയിൽ അതിന്റെ പകുതിയുടെ പകുതി പോലും ഉണ്ടാവൂല അല്ലെ. 3.5 കോടി രൂപ ഉസ്താദേ വരുമാനം എന്ന് പറയണേ. ചെലവുണ്ട് ഉസ്താദേ. അവിടുത്തെ കുറച്ച് ആളുകള് ഈ പൈസ ഒക്കെ കണക്കെടുത്തിട്ട് തിരിച്ചേൽപ്പിക്കുമ്പോ 25,000 50,000 കുറക്കും ഉസ്താദേ. ഏത് മേഖലയാണെങ്കിലും കക്കാനായിട്ട് നിൽക്കണ പല ആളുകളുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈ മന്നൽ ഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ തങ്ങളുടെ ഹലാലായ സമ്പത്തിന്റെ മുമ്പില് ഇങ്ങനെ കാവല് നിൽക്കുക. രാത്രിയായപ്പോ ഒരാൾ വന്നിട്ട് ഈ സ്വത്തുക്കൾ ഇങ്ങനെ കട്ടെടുക്കുക. അബൂ ഹുറൈറ തങ്ങൾ അവനെ പിടിച്ചു. അന്ന് CCTV ഇല്ല. നമ്മുടെ നാട്ടിൽ CCTV ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. കട്ടവനെ കിട്ടണില്ല അല്ലെ, പൊളിച്ചവനെ കിട്ടണില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ തങ്ങൾ നോക്കുമ്പോ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ സാധനം എടുക്കുക. അബൂ ഹുറൈറ തങ്ങൾ പയ്യെ മെല്ലെ പോയിട്ട് ഇവനെ അങ്ങ് പിടിച്ചു. ഇവനോട് പറഞ്ഞു, നീ കക്കുകയാണോടാ, എടാ നീ കക്കുകയാണോ? അവൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളും പ്രയാസത്തില, പട്ടിണിയില, അവർക്ക് വേണ്ടി കൊണ്ടുപോകാനുള്ളതാണ്. അബൂ ഹുറൈറ തങ്ങളുടെ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് ശാന്തമായി. അവര് പട്ടിണിയായിട്ടല്ലേ, കൊണ്ടുപോട്ടെ. ഇനി വാണിംഗ് കൊടുത്തു, ഇനി ചെയ്യാൻ പാടില്ല അല്ല. ചില ആളുകൾ അങ്ങനെ സെന്റിമെന്റ്സ് വീഴുന്ന ചില ആളുകൾ ഉണ്ടാവും. നമ്മള് ചില കാര്യങ്ങൾക്കൊക്കെ ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ചില കാര്യങ്ങളിൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. നമ്മളെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കൊരു വണ്ടി ഉണ്ട്, ചില ആളുകളുണ്ട് ഓനിക്ക് വണ്ടി ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മുടെ വണ്ടി പോയാലേ ഓന്റെ യാത്ര ശരിയാത്തുള്ളൂ. ചില ആളുകൾ അങ്ങനെ ഒരു ദിവസം വന്നിട്ട് പറയും, വണ്ടി എന്ന് വരണം, എന്റെ വണ്ടി കേടാ. നമ്മളെന്ത് ഒരു ദിവസം കൊടുക്കും, 2ാം ദിവസം പിന്നെയും വരും, എന്റെ വണ്ടി പിന്നെയും കേടാ, കൊടുക്കും. 3ാം ദിവസം പിന്നെയും വരും. അപ്പം മനസ്സിലാക്കണോ ഏറ്റവും വലിയ ഉടായിപ്പ. കാരണം നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇല്ല എന്ന് പറയാൻ ഒരു മനസ്സ് വേണം. സെന്റിമെന്റ്സിൽ വീഴുപോണ ചില ആളുകളുണ്ട്, നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞു വീഴുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ
എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, എന്നൊന്ന് വെറുതെ വിടണം. തങ്ങൾ പറഞ്ഞു എന്നാ ശരി, നീ പോയി വാണിംഗ് കൊടുത്തു, ഇനി നീ ചെയ്യാൻ പാടില്ല. എടാ ഇനി നീ കക്കരുത്, ചെയ്യാൻ പാടില്ലെന്ന് ആര് പറയാ? അബൂ ഹുറൈറ തങ്ങൾ പറയാ. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, അബൂ ഹുറൈറ തങ്ങൾ സ്വത്തിനിങ്ങനെ കാവൽ നിൽക്കുമ്പോ ഇയാളിങ്ങനെ കടന്നു വരികയാ. എന്നിട്ട് ആ സമ്പത്തുണ്ടല്ലോ കക്കുകയാ. അബൂ ഹുറൈറ തങ്ങളതാ കടന്നു ചെല്ലുകയാ. അബൂ ഹുറൈറ തങ്ങളതാ പിടിക്കുകയാ. അബൂ ഹുറൈറ തങ്ങൾ പിടിക്കുമ്പോ രണ്ടാമതായി അയാള് പറയുന്നതെന്താ? അബൂ ഹുറൈറ തങ്ങളെ, എന്റെ ഭാര്യയും മക്കളുമുണ്ടല്ലോ പട്ടിണിയിലാ, വെറുതെ വിടുമോ തങ്ങളെ? രണ്ടാമത്തെ ദിവസം പിടിച്ചു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങൾ എന്നിട്ട് പറഞ്ഞു, എടാ നീ എന്താ ചെയ്യണേ? നിന്നെ ശിക്ഷിക്കാൻ പോവാ. അപ്പോഴും പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ തങ്ങൾ സെന്റിമെന്റ്സ് വീണു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഇനി നീ ചെയ്യല്ലേ, ഇനി നീ ചെയ്യാൻ പാടില്ല. നീ എന്ത് ചെയ്യണം? നീ ഒരു കാരണവശാലും ഇനി നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. നീ നേരെ എന്ത് ചെയ്യാ, വീട്ടിലേക്ക് കടന്നു പോവാ. രണ്ടാമത്തെ ദിവസവും അബൂ ഹുറൈറ തങ്ങൾ അയാൾ വെറുതെ വിട്ടു. ആ രണ്ടാമതും ആ കള്ളനെ പിടിച്ചപ്പോ അബൂ ഹുറൈറ തങ്ങൾ അപ്പോഴും പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാര്യയും മക്കളൊക്കെ പട്ടിണിയല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോയിക്കോ. ഇന്നും കൂടി നിനക്ക് ഞാൻ ക്ഷമിച്ചു വന്നിരിക്കുന്നു, ഇനി നിനക്കൊരു ക്ഷമിക്കൽ ഉണ്ടാകൂല എന്ന് അബൂ ഹുറൈറ തങ്ങൾ ആ കള്ളനോട് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത് പറയാ. അങ്ങനെ മൂന്നാമത്തെ ദിവസമായി, രാത്രിയായി. അബൂ ഹുറൈറ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ രാത്രി അതാ കാവൽക്കാരനായി നിൽക്കുമ്പോ പാതിരാത്രിയിൽ ഈ പറയുന്ന കള്ളനുണ്ടല്ലോ പടച്ചവനെ കക്കാന് വേണ്ടി കടന്നു വരുമ്പോ അബൂ ഹുറൈറ തങ്ങളുടെ മുമ്പിലേക്ക് അതാ കടന്നു വരികയാ. അബൂ ഹുറൈറ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പിടിക്കുകയാ. അബൂ ഹുറൈറ തങ്ങളതാ അയാളോട് പറയുകയാ, ഇനി നിനക്ക് രക്ഷയില്ല, നിന്നെ വെറുതെ വിടില്ല. ആ സമയത്ത് ആ കള്ളൻ എന്റെ പ്രിയമുള്ളവരെ തിരിച്ചു പറയുകയാ, അല്ലയോ തങ്ങളെ, എന്നെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നന്മനാൽ പറഞ്ഞു തരാം തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ഒരു ദുആ പറഞ്ഞു തരാം തങ്ങളെ. മൂന്നാമത്തെ ദിവസം പിന്നെ വന്നു. അല്ലെ, ചില ആളുകൾ അങ്ങനെ ചെയ്യരുത് എന്നോ, ഇപ്പൊ ഇവിടെ തുപ്പരുത്, അവിടെ തുപ്പും. ഇവിടെ മൂത്രമൊഴിക്കരുത്, അവിടെ മൂത്രമൊഴിക്കും. ഇവിടെ വേസ്റ്റ് ഇടരുത്, അവിടെ മാത്രമേ വേസ്റ്റ് ഇടൂ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ. അബൂ ഹുറൈറ തങ്ങൾ 3 ദിവസം പറഞ്ഞു കക്കല്ലേ. 2 ദിവസം വന്നു. മൂന്നാം ദിവസം അബൂ ഹുറൈറ തങ്ങൾ എന്ത് ചെയ്തു? പിന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്നെ വെറുതെ വിടില്ല. അപ്പൊ പ്ലാൻ മാറ്റി. അബൂ ഹുറൈറ തങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരാം. ഈ നന്മ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾ അതിനു പകരമായിട്ട് എന്നെ നിങ്ങൾ മടക്കി വിടണം. അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, എന്താ നന്മ? എന്താ നന്മ? എന്താ? ആ സമയത്ത് ആ കള്ളനാകുന്ന ആള് പറയാ, അബൂ ഹുറൈറ തങ്ങളെ, ശപിക്കപ്പെട്ടവനാകുന്ന ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാത്ത് രക്ഷ നേടാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ഒരു ആയത്ത് നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ പാരായണം ചെയ്താൽ ശപിക്കപ്പെട്ടവനാകുന്ന ഇബ്ലീസിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിലും വരില്ല, നമ്മുടെ വീട്ടിലും വരില്ല. മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആയത്തേതാ, ദുആയേതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നതാ, പടച്ചവനെ ആ കള്ളനാകുന്ന ആളുണ്ടല്ലോ അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുർസി എന്റെ പ്രിയമുള്ളവരെ ഓതി കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, ആയത്തുൽ കുർസി ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ മുടക്കാൻ പാടില്ല. ഹദ്ദാദ് റാദിയിൽ ഓതുന്ന ആയത്തുൽ കുർസിയാ വീട്ടിൽ എന്റെ പ്രിയമുള്ളവരെ മുടക്കാൻ പാടില്ല. ആയത്തുൽ കുർസി ഉണ്ടല്ലോ ആരെങ്കിലും ഒരാൾ വീട്ടിലോതിയാൽ അവന്റെ ശരീരത്തിലുണ്ടല്ലോ, അവന്റെ വീട്ടിലുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ ഇബ്ലീസിന്റെ ശർറുണ്ടല്ലോ അല്ലാഹു തരൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഓതാനും മറക്കല്ലേ, ഓതാനും മറക്കല്ലേ, ഓതാനും മറക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, കാണാപാഠം
പഠിക്കുക, അതിന് വല്ലാത്തൊരു ബറകത്താ. അങ്ങനെ ഓതി കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് അല്ലാഹു കാക്കുന്നതാ. തങ്ങളെ ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയാൽ ശപിക്കപ്പെട്ടവനാകുന്ന ഇബ്ലീസിന്റെ ചാര നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്തു? അബൂ ഹുറൈറ തങ്ങൾ ആ കള്ളനെ അങ്ങോട്ട് വിട്ടു. പിറ്റേ ദിവസം സുബഹി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി തങ്ങൾ നേരെ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ, 2 ദിവസം കട്ടവനെ 3-ാമത്തെ ദിവസം പിടിച്ചപ്പോ വെറുതെ വിട്ടുവല്ലേ? 2 ദിവസം കട്ടവനെ പിടിച്ചപ്പോ 3-ാമതവനെ കിട്ടിയപ്പോ അബൂ ഹുറൈറ നീ അവനെ വെറുതെ വിട്ട് കളഞ്ഞില്ല അബൂ ഹുറൈറ. ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നബിയേ, അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു നബിയെ. നബി തങ്ങൾ ചോദിച്ചു, ഏതാ നന്മ അബൂ ഹുറൈറ? അബൂ ഹുറൈറ തങ്ങളോട് നബി തങ്ങളോട് പറയാം, നബിയെ, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാക്കാൻ വേണ്ടി മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി ആ കള്ളൻ എനിക്കൊരു സൂറത്ത്, ഒരു ആയത്ത് പറഞ്ഞു തന്നു. ഏതായത്ത്? ആയത്തുൽ കുർസിയാണ് എനിക്ക് പറഞ്ഞു തന്നത് നബിയെ. ആ സമയത്ത് നബി തങ്ങളോട് പറയാ, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യ. നബി തങ്ങളോട് പറയാ, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യ. എന്നിട്ട് നബി തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുക, അബൂ ഹുറൈറ, ആ വന്നത് ആരാണെന്ന് മനസ്സിലായോ? അബൂ ഹുറൈറ, ആ കള്ളനായിട്ട് നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നത് ആരാണെന്ന് മനസ്സിലായോ? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല നബിയെ. നബി തങ്ങൾ പറയാ, ആ വന്നത് ഇബ്ലീസ. ഇബ്ലീസ് നിന്റെ മുമ്പിൽ വന്ന് പെട്ടുപോയപ്പോ നിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇബ്ലീസ് പറഞ്ഞതാ, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞു സത്യ. അതാണ് നബി തങ്ങൾ പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുർസി എന്റെ പ്രിയപ്പെട്ടവർ ഓതിയാൽ ശപിക്കപ്പെട്ടവനാകുന്ന ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു കാത്ത് സംരക്ഷണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ.